ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ആവണീസ് നോക്കിയിട്ട് പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ചാറ്റൽ മഴയിലായിരുന്നു. ചാറ്റൽ മഴ മാത്രം പറയാൻ വേണ്ടി പറ്റില്ല, കാരണം അത്രയും നല്ല ഇതിന് ആ ഒരു തുള്ളികൾക്കൊക്കെ അത്യാവശ്യം നല്ല ഫോഴ്സിൽ വരുന്നത് ആ ഒരു മഴയിലായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ എടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും മഴ കൊണ്ട അവസ്ഥയ്ക്ക് എന്തായാലും നാളെ മിക്കവാറും എനിക്ക് പണി കിട്ടുന്നു. അപ്പോൾ എന്തായാലും പണി കിട്ടി കഴിച്ചപ്പോൾ അത് വെറുതെ ആയില്ല കേട്ടോ പറഞ്ഞത്. കാരണം എന്തിനൊക്കെ തുമ്മി 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 ഒരു വഴിക്കായിട്ടുണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ തണുപ്പും കൂടിയാണ്. അപ്പോൾ അത് ചാറ്റൽ മഴ കൊള്ളാനും മാത്രമല്ല, അപ്പോൾ ഉച്ചയ്ക്കായാലും നല്ല തണുപ്പ്, നല്ല മഞ്ഞിങ്ങനെ പെയ്യുന്നു നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അത്രത്തോളം മഞ്ഞ്, അതുപോലെ കോടയൊക്കെ ഫുള്ള് കവറായിട്ട് അത്രത്തോളം നല്ല തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഈ ഒരു ക്ലൈമറ്റിൽ മാറാൻ വേണ്ടി നല്ല ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു മഴച്ചാറ്റിലൊക്കെ കൊണ്ടും അതുപോലെ തണുപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ചുമ ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മെഡിസിനൊക്കെ കഴിച്ചു. ഇപ്പം കുറച്ച് കുറവുണ്ട് കേട്ടോ. അതുപോലെ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ചെവിയൊക്കെ അടിച്ചു വിടാം, കാരണം അത്രയും സൗണ്ടാണ് നമ്മുടെ വീട്ടിലെ സൗണ്ട് നോക്കി. അതേപോലെ നമ്മുടെ ആ ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചേച്ചി സൗണ്ട്. അപ്പോൾ അത് നമ്മുടെ ചീവീടിൻ്റെയും കിളികളുടെയാണ്. അപ്പോൾ ഇപ്പം കേൾക്കുന്നത് രണ്ടും ഉണ്ട് കേട്ടോ, കിളികളും ഉണ്ട് ചീവീടും. അപ്പോൾ ആ ഒരു ഏരിയയിലാട്ടോ ഞാൻ നേരത്തെ വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചു നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ. പക്ഷേ അവിടെ ഇതിൻ്റെ അപ്പുറമായിട്ട് സൗണ്ട്, അതായത് ഞാൻ കുറച്ചും ഇങ്ങോട്ട് മാറി വന്നതാണ്. പക്ഷേ ഇതാ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അവരുടെ കൂട്ടത്തോടെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കിളികളൊക്കെ ആയാലും കുഞ്ഞും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഫാമിലി തന്നെയാണ് കേട്ടോ അവർ. അപ്പോൾ അവർ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ സ്ഥാനം വെച്ച് അവിടെ ഇടുന്നത് നമുക്ക് വീഡിയോസിലൂടെ കാണിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. കാരണം നല്ല ഹൈറ്റുള്ള മരങ്ങളുടെ ഏറ്റവും കൊമ്പത്താട്ടോ, കാരണം അത്രയും സേഫ് ആയിട്ടാണ് അവർ ഇരിക്കുന്നത്. ഇനി എത്ര സൗണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം അത്രയും സേഫ് ആയിട്ടാണ് അവർ അവിടെ പൊക്കത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ആട്ടോ കേൾക്കുന്നത്. അതുപോലെ കുറേ പേർക്ക് നമ്മുടെ ഈ ഒരു സൗണ്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ അറിയുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റ് കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ച് നല്ലൊരു വെയിലൊന്നും വന്നിട്ടില്ല, എന്നാലും തണുപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ആയാലും 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ വരാനുള്ളൊരു ചെറിയൊരു ചാൻസ് കാണുന്നുണ്ട്. ചെറിയൊരു ആകാശമൊക്കെ ആട്ടോ കണ്ടിട്ട്. കാരണം ഇന്നലത്തേനെ അപേക്ഷിച്ച് കുറച്ചൊരു മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. എന്താ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു വിറകൊക്കെ നമ്മൾ പിന്നെ പല ടൈപ്പ് വിറകുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ. നമ്മൾ മണ്ട പോയതും അതേപോലെ ഉണങ്ങിയതും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള കുറച്ചൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ മുറിച്ച് മാറ്റുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കത്തുന്ന വിറകുണ്ട്. അപ്പോൾ നല്ല ഉണക്ക വിറക് വേണം. നമുക്ക് ഇത് വണ്ടിയൊക്കെ വിളിച്ച് വെട്ടി കീറിയാൽ നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് നാൾ കത്തിക്കാനുണ്ടാവും കേട്ടോ. അത്യാവശ്യം വണ്ണുള്ള വിറകുകളാണല്ലോ. അപ്പം നമ്മളിവിടെ വണ്ടിക്കാട്ടോ, വണ്ടി വിളിച്ചിട്ട് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണിയും കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ, അതായത് നല്ല തിന്നായിട്ട് വേണമെങ്കിൽ തിന്നായിട്ട് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് അവർ കീറി നല്ല അടിപൊളിയായിട്ട് ആക്കിത്തരും. അപ്പം എന്തായാലും അതിന് പാകമായിട്ട് നമ്മളവിടെ കൊണ്ടിട്ടിരിക്കണം. അപ്പം എന്തായാലും നമുക്ക് അധികം വൈകാത്ത ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് വെട്ടിക്കയറണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ മഴയുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെയും സോൾവ് ആയോ, എന്താണ് അവസ്ഥ, അതുപോലെ തന്നെ വെള്ളം കയറുന്നൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ, അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇടുന്നൊരു വീഡിയോ ചിലപ്പോൾ ഒരേ സ്ഥലങ്ങളിൽ നിന്നും ആയിരിക്കില്ല, പല ഏരിയകളിൽ നിന്നായിരിക്കും എല്ലാം നമ്മുടെ കൂട്ടുകാരും കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ നാടുകളിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അതുപോലെ തന്നെ പ്രശ്നബാധിതമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ എന്തായാലും മഴ അങ്ങനെ വലിയ ഭീകരനായിട്ട് വന്നിട്ടില്ല കേട്ടോ. പ്രാവശ്യം ഒരു ശാന്തമായ അന്തരീക്ഷം കേട്ടോ. നമുക്ക് എന്തായാലും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. നമ്മുടെ നല്ല തടിയും പീസുകളാട്ടോ. എല്ലാം അതാ ചെറിയ പീസുകളായിട്ടാ ഈ ഒരു നീളത്തിലാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ മുറിച്ച് നമ്മൾ മിഷ്യൻ വാങ്ങാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നീളമേ ഉള്ളൂ, പക്ഷെ വണ്ണുണ്ട് കേട്ടോ. പലതിനും പല സൈസാണേ. നല്ല പീസുകളാട്ടോ. അപ്പോൾ അതായത് നമുക്കിത് വെട്ടി കീറണം അധികം വൈകാതെ തന്നെ. ഇവിടെ ഫുള്ള് ഈ ഒരു ഏരിയയിലാട്ടോ നമ്മൾ കൊണ്ട് അടുക്കിയിട്ടുള്ളത്. നമ്മൾ മിഷ്യൻ വാളിൽ മുറിച്ചതിന് ശേഷം നമ്മൾ വാൽമാക്രിക്കാട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ഉണങ്ങി കേട്ടോ. നമുക്കിവിടെ ഈ ഒരു ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ആയാലും വിളിച്ചാൽ കിട്ടാനൊക്കെ നല്ല പാടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 4 പേര് വിളിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒന്നും കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും ഒരുപാട് നീണ്ടുപോയാൽ ശരിയാവില്ല. നമുക്കെല്ലാം ഒന്ന് വെട്ടി കീറണം പെട്ടെന്ന് തന്നെ. നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഏലത്തിലേക്കൊക്കെ നോക്കിയാൽ ആ ഒരു കാറ്റിൻ്റെ എഫക്റ്റ് അറിയാൻ വേണ്ടി പറ്റും. കൂന്നതാ കുയിലൊക്കെ നമ്മൾ കൂവി വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെതാ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നട്ടു കൊടുക്കുന്നത് ഇപ്രാവശ്യം വെച്ച് കൊടുത്തിട്ടുള്ള ഏലങ്ങളാട്ടോ. അപ്പോൾ ഏലത്തിനെയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാടുണ്ടായിരുന്നപ്പോൾ നമ്മൾ മിഷ്യൻ കാട് വെട്ടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ വീടിനോട് ചേർന്നൊക്കെ നമ്മൾ ഉള്ള കാടൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള പുല്ലാട്ടോ. നമുക്കിങ്ങനെ കൈ വെച്ചൊന്ന് പറിച്ചാൽ പെട്ടെന്ന് വരും. നമ്മൾ മടുക്കാൻ നല്ലത് പെട്ടെന്നൊന്നും വരില്ല. അപ്പോൾ മിറ്റമൊക്കെ നമ്മൾ നന്നായിട്ട് കളനാശിനിക്ക് അഴിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ വെയിൽ കിട്ടിയില്ല ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഡോസിൽ അടിച്ചുകൊണ്ട് തന്നെ നല്ല മാറ്റം ഇന്ന് ഉണങ്ങി കരിയാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ
അതൊക്കെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്രാവശ്യം വെച്ച് കൊടുത്തത് നമ്മുടെ ഏലങ്ങളാണ്. അപ്പോൾ ഏലമൊക്കെ നല്ല ഉഷാറായി നിൽക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ സംഭവം കാണിച്ചു കേട്ടോ. കാരണം വെച്ച് കൊടുത്തിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല കേട്ടോ. എന്തായാലും നല്ലൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ദൈവം സഹായിച്ചാൽ. നമ്മൾ കാടൊക്കെ വെട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ചൂടിൽ നോക്കുമ്പോൾ നമുക്ക് കാട് കാണാൻ വേണ്ടി പോയതോ അത് വേറെ നമ്മൾ ചൂട്ടിൽ എപ്പോഴും ഡയറക്റ്റ് ചൂട് നമ്മൾ മിഷ്യക്കാട് വെട്ടാറില്ല കേട്ടോ. കാരണം അങ്ങനെ വെട്ടുവാണെന്നുണ്ടെങ്കിൽ അത് സൈഡ് ഡാമേജ് ആവാനൊക്കെ ചാൻസ്. കാരണം ഇതുപോലെ പോയിട്ടുള്ള അവർ മേളിലേക്ക് പോയിട്ടുള്ള ഒരു ജിമ്മും കാര്യങ്ങളും തട്ടയൊക്കെ നല്ല അതിലൊക്കെ ബ്ലേഡ് തട്ടുക. അല്ലെങ്കിൽ തോന്നുന്നു ചാട്ടയ്ക്ക് വെട്ടുവാണെങ്കിൽ നല്ല എന്താ പറയുക നല്ല സ്പീഡിലാണ് ഈ സംഭവം കറങ്ങുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അതിൽ ഞാൻ എവിടെയും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതൊന്ന് കേടാവും കേട്ടോ. അതായത് പൊട്ടാനും ഇതിലൊക്കെ നാശാവാനൊക്കെ ചാൻസ്. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ബലം കിട്ടും ഈ ഒരു പുല്ലൊക്കെ. പുല്ലല്ല എന്തൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചൂട്ടിലുള്ള പുല്ലും ചെടികളൊക്കെ നമ്മൾ കൈവച്ച് തന്നെയാണ് കേട്ടോ പറിച്ചെടുക്കാറ്. അപ്പോൾ ഇവിടുത്തെ അങ്ങനെ മേളിലേക്ക് മൊത്തം നമ്മൾ കാട് വെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചൂട്ടിലുള്ളത് നമുക്ക് പറിച്ചെടുക്കണം. അന്നേരം അതൊക്കെ നമുക്കൊന്ന് പറിക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നോക്കി പല ടൈപ്പ് പുല്ലുകളാട്ടോ. ഈ ഒരു പുല്ല് നല്ല വള്ളിപ്പുല്ലാണേ. ഇതിൻ്റെ ഒരു തലയിലൊരു പിടുത്തം കിട്ടിയാൽ വരും. പിന്നെ അങ്ങ് പെട്ടെന്ന് പോകുന്നോളൂ. അപ്പോൾ സംഭവം ഞാനൊരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ ഉണ്ടേ. അത് വേറൊന്നും അല്ല കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടല്ലോ. നോക്കി കായ് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഒരു കാത്തിരിപ്പിൻ്റെ സന്തോഷം എന്നൊക്കെ പറയട്ടെ. നമ്മളൊരു ചെടിയൊക്കെ നട്ടിട്ട് അതിന് പൂവിടുന്നതും കായിടുന്നതൊക്കെ നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ എനിക്ക് ഒരു കായൊന്നും അല്ലാതെ ഉണ്ടായിട്ടുള്ളത്. അടുപ്പിച്ച് കുറച്ച് കായുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പൂവ് നല്ല ഹെൽത്തി ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഏലത്തിൻ്റെ പൂക്കൾ കാണാത്ത കൂട്ടരാണ് ഇതാട്ടോ ഏലത്തിൻ്റെ പൂവും അതേപോലെ തന്നെ കായ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് ഏലം കൃഷി വന്നുകൊണ്ട് തന്നെ ഇവിടെയുള്ള കൂട്ടുകാർക്കൊക്കെ എന്തായാലും അറിയുന്നുണ്ടാവും. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ പണികളൊക്കെ കഴിയുന്നതനുസരിച്ച് നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് പിന്നെ ചോട് വൃത്തിയാക്കാനും കൂടി പറ്റും. ആ ഒരു ടൈമിലേക്ക് കേട്ടോ ഞാൻ എന്തായാലും വരാറുള്ളത്. അപ്പോൾ ഉള്ളിലേക്ക് നല്ല ഇത് തന്നെ വള്ളിപ്പുല്ലിതാ കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് വളമൊക്കെ കൊടുക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ മഴയൊന്ന് മാറുവാണെങ്കിൽ നമുക്ക് കാടെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിലും കുറച്ചുകൂടി അടിപൊളിയായിട്ട് തന്നെ കിട്ടുമല്ലോ. കാട് കളയാതെ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം കാട് കളയാതൊക്കെ കൊടുത്താൽ അത് മൊത്തം ചിലപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കാടായിരിക്കും വലിച്ചെടുക്കുക. ഇവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മഴ ഒഴിവും കൂടി വേണ്ട. കാരണം നല്ല മഴയായാലും നമ്മൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ വേസ്റ്റ് ആയിപ്പോവും. വള്ളിപ്പുല്ലിനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടോ കഴിച്ചു. എന്തായാലും കുറച്ച് നേരത്തെ പണി ഉണ്ടാവട്ടെ. നമുക്കൊരു രീതിയിൽ തന്നെ ഉണ്ട് കുറച്ച്. കായൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്പം ഉണ്ടായിട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാത്തിനും അത്യാവശ്യം തിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതാ മെല്ലയ്ക്ക് എല്ലാം അത്യാവശ്യം അറിയിച്ചാൽ ശരമൊക്കെ അടിച്ച് വരുന്നുണ്ട്. ശരവും ചിമ്പും മൊത്തത്തിൽ ഹെൽത്തി ആണുണ്ടാവും. പിന്നെ താഴേക്കായാലും നന്നായിട്ട് വേരൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് വട്ടത്തിൽ വിശാലമായിട്ട് ഏരിയ തന്നെ വേണ്ടോ നമ്മളിത് പറിച്ചെടുക്കാനും കൂടി. എനിക്ക് കാട് പറിക്കുമ്പോൾ ഇതാ കൂട്ടിൽ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. നോക്കി ഒരാളല്ലാട്ടെ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഫുള്ള് പരിപാടി. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചിലക്ക് പെറുക്കൂട്ടോ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലും ഒക്കെ കഴിക്കാനും കിട്ടും. പിന്നെ പുല്ല് കഴിക്കുന്നൊരു ശീലം കൂടി ഇവർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നാലും അവർക്കും കാര്യം നടക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്ന പുല്ലും കൂടി വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ പശു ഇല്ലാത്തതുകൊണ്ട് തന്നെ പശു വളർത്തുന്ന ചേട്ടന്മാരൊക്കെ വന്ന് വെട്ടിയിട്ട് പോകാറാണ്. അപ്പോൾ അത് വെട്ടിയതിൻ്റെ തണ്ടും അതുപോലെ തന്നെ കുറച്ച് പുല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ കൂടെ കിടക്കുന്നത്. മഴ ഇപ്പോൾ പെയ്യുന്ന അറിയുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ പറിക്കുന്ന പുല്ലുകളൊക്കെ കറക്റ്റ് ചോട്ടിലല്ലാട്ടോ വയ്ക്കുന്നത്. കുറച്ച് മാറ്റിയാണ് വയ്ക്കുന്നത്. കാരണം അങ്ങനെ അതിൻ്റെ ചോട്ടിൽ വെച്ചാലും അത് അങ്ങനെ അവിടെ കിടന്ന് മുളയ്ക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു വള്ളിപ്പുല്ലിന് ഒരു വള്ളിക്കുന്നൊരു അവസാനം ഉണ്ടാവുകയാണ്. അങ്ങനെ നീണ്ടങ്ങ് പോയിരിക്കുകയാണ്. പിന്നെ നല്ല മഴയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് കാട് പറിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. മൊത്തമായിട്ട് പറിച്ചില്ലെങ്കിലും ചോട്ടിലൊന്ന് നന്നായിട്ടൊന്ന് പറിച്ച് വിടുവാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വട്ടം വെച്ച് സ്പ്രെഡ് ആവാൻ ആ ഒരു വേരുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്ന് വരാനൊക്കെ കുറച്ചുകൂടി നമ്മൾ കൊടുക്കുന്ന വളങ്ങളായാലും എഫക്റ്റീവായിട്ട് ചോട്ടിലേക്ക് പിടിക്കാനും ഒക്കെ കുറച്ചുകൂടി നല്ലതാണ്. ഇതുപോലെ നമ്മൾ ചോട്ടിലെ കാടൊന്ന് നന്നായിട്ടൊന്ന് പറിച്ച് വിടുന്നതിലൂടെ. അപ്പോൾ ഇതാ കുറച്ച് ഈ ഒരു ഏരിയയിലൊരു 5-6 ചോട് നമ്മൾ നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് മുകളിലേക്ക് അടിയിൽ ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ആയാലും ചെറിയ രീതിയിലൊക്കെ ഏലക്കായൊക്കെ ഉണ്ടാക്കി കിടന്നാലും ഇനി നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറണം. അപ്പോൾ ഞാൻ പോകുന്നതനുസരിച്ച് നമ്മുടെ കോഴികൾ കയ്യോടെ മുകളിലേക്ക് കയറി തുടങ്ങിയിട്ട് അവരിതാ അങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക്
പതുക്കൊന്ന് മേളിൽ കയറാം. പിന്നെ ഈ ഒരു ഭാഗത്ത് പറയുമ്പോൾ ഒരു തിട്ടാണ്. അപ്പോൾ ഈ തിട്ടിൻ്റെ മേളിൽ അടങ്ങിയുള്ളതൊക്കെ നമുക്ക് മേളിലേക്ക് കയറണം. അപ്പോൾ നമുക്ക് വീട്ടിൽ കുറച്ച് പണികൾ കൂടി ചെയ്യാണ്ട്. അപ്പം എന്നാലും അത്യാവശ്യം എല്ലാം കഴിയുള്ളൂ. അപ്പം എന്നാലും കുറച്ച് നമുക്ക് പറിച്ചൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. കാരണം ഇതിന് മേളിൽ കയറണം. പിന്നെ മഴയൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷർട്ടൊന്നും എടുക്കാമായിരുന്നു. കാരണം പിന്നെ ഇവിടെ അടുത്തും കൂടി ആണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഷർട്ടൊക്കെ എടുക്കാറുണ്ട്. കാരണം ചൊറിയണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാട് നമുക്ക് ഫുള്ളായിട്ട് പറിച്ച് തീർക്കാൻ പോലും പറ്റുമല്ലോ. കാരണം ചൊറിയണമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതോടുകൂടി നമുക്ക് പറിക്കുന്നത് നിർത്തേണ്ടി വരും. പിന്നെ ഇവിടെ പുല്ലൊക്കെ കുറേയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് ചെറിയ ഈ രീതിയിലൊക്കെ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ബാക്കിയെല്ലാം ഒന്ന് പറിക്കട്ടെ. ഇവിടെ കാര്യമായിട്ട് കുഴിയൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ ഉദ്ദേശം? പതിവില്ല കേട്ടോ ഇങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ ഇതാ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തി കുഞ്ഞീ വാ വാ ഇവിടെ വന്ന് നോക്കി കറക്റ്റ് ക്യാമറയ്ക്ക് പോസ് ചെയ്തിരിക്കും കേട്ടോ. അതൊക്കെ ഞങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ഇരുന്നോളും. അപ്പോൾ എന്തായാലും നമുക്ക് ഒറ്റയ്ക്കല്ല കേട്ടോ എന്തായാലും കാട് പറിക്കാൻ. ഇവരൊക്കെ തന്നെ ധാരാളം. അപ്പോൾ അതിൻ്റെയൊക്കെ ചുറ്റിലായാൽ നമുക്ക് ഒരുപാടില്ല കേട്ടോ അങ്ങനെ. കാരണം ആ ഒരു കറക്റ്റ് ചോടല്ലേ പറിക്കാനുള്ളൂ. അപ്പോൾ ഇതിലുണ്ട് കേട്ടോ കായ. കായ ഇങ്ങനെ ഉണ്ടായി തുടങ്ങുന്നത് ഫസ്റ്റ് സ്റ്റേജാണ്. എന്താ നമുക്ക് ഈ തിട്ടിൻ്റെ മേളിലേക്കാട്ടോ എനിക്ക് കയറാം. ഇതിൽ 2-3 ചോട് കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മേളിലേക്ക് കയറാം. അങ്ങനെ ഗൈസ് നമ്മളെ കാട് പറിക്കാൻ പോയിട്ട് ഇവിടെ എത്തിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കാടൊക്കെ കുറേയൊക്കെ പറിച്ചു. അപ്പോൾ എന്തായാലും സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ സമയം കുറച്ച് ടൈം അധികം ആയിട്ടുണ്ട്. അപ്പോൾ തോരൻ വെക്കാം. അവിടെ പോയിട്ട് എന്നിട്ട് ഞാൻ തോരൻ വെക്കാൻ വേണ്ടി വന്നതാണ് ഇടയ്ക്ക് കയറിയിട്ട്. അപ്പോൾ തോരൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊത്തമരിയും അതേപോലെ തന്നെ അമര കേട്ടോ. അമരപ്പയർന്നാവും നമ്മളോട് പറയില്ല. അടിക്ക് തന്നെ ആയിരിക്കില്ല. എന്തായാലും അറിയില്ല. എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് പറയുക. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പോൾ പക്ഷേ അധികം പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷും കൂടി ആണ്. ഒട്ടും വാങ്ങാത്ത നമുക്ക് തന്നെ എടുക്കാമല്ലോ. നമുക്ക് നോക്കിയിട്ട് നല്ല ഫ്രഷ് നോക്കിയിട്ട് എടുക്കാം ഇഷ്ടമനുസരണം. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് നല്ല ഫ്രഷും കൂടിയാണ്. ഒട്ടും വാടിയിട്ടില്ല. അപ്പോൾ ഒത്തിരി നല്ല വെയിലായിരുന്നു. എന്നാലും നമുക്കവിടെ കാട് പറിക്കുന്ന അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ വെയിലിൻ്റെ ആ ഒരു ഇതൊന്നും അറിയില്ല കേട്ടോ. കാരണം ഫുള്ളൊരു ഷെയ്ഡാണ് നമ്മുടെ ഏലത്തിൻ്റെ ഒരു തട്ടയൊക്കെ വന്നിട്ട് അങ്ങനെ നല്ലൊരു ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ പറിച്ചെടുക്കാനായിട്ട്. ചിലത് നല്ല ഹാർഡ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പറിച്ച് കത്തി വേണ്ട കൈ മുറിയും. അപ്പോൾ നമ്മുടെ ആൺകുട്ടി ഉണ്ട് കേട്ടോ കൂടെ എന്നെ സഹായിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഒതുക്കിയിട്ട് വേണം നമുക്ക് ബാക്കി കുറച്ചുകൂടി ഉണ്ട് ഇവിടെ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആരും നേരത്തെ ഒന്നുമില്ല. ആ ഒരു ഏരിയ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി നമ്മൾ മേളിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ കാട് പറിച്ച് നമ്മൾ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഇത്രയും ടൈം ആയെന്ന് വിചാരിച്ചില്ല. അപ്പോൾ പിന്നെ എന്തായാലും തോരൻ വെച്ചിട്ട് കറണ്ട് പോയോ? സാരില്ല പോയി കേട്ടോ. കറണ്ട് പോയിട്ട് ആൾക്കാർ TV ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ആളുടെ TV ഒക്കെ ഓഫായി പോയില്ലേ. സാരില്ല ഇപ്പോൾ വരും. നമുക്ക് അപ്പത്തേനും അപ്പാപ്പ് ഉണ്ടാക്കാം. എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. വെയിൽ വന്നില്ല പൊന്നാ. അപ്പം നല്ല വെയിലായിട്ട് നമുക്ക് ഇന്നലെ അലക്കി തുണികളൊക്കെ മതി ഇനി അമ്മ ഇതരിഞ്ഞിട്ട് ബാക്കി എടുത്താൽ മതി. ഇതിൻ്റെയൊക്കെ ഈ നാരൊക്കെ കളഞ്ഞിട്ട് ഇതിൽ വെക്കി. അപ്പോൾ നമ്മൾ ഇന്നലെ അലക്കി തുണികളൊക്കെ നമുക്ക് എടുത്ത് പുറത്തിടാണ്ട് കറങ്ങാം. നല്ല വെയിലായി തുടങ്ങി. കൈ മാറ്റി കൈ മുറിക്കും അമ്മ. അലക്കി കൈ മുറിച്ചിട്ട് തോരൻ വെക്കും. വെക്കട്ടെ? അത് അതിലേക്ക് കൊണ്ടുവരല്ലേ. അയ്യോ അമ്മ കൈയൊക്കെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് തോരൻ വെച്ചിട്ട് പിന്നെ കൈ ഉണ്ടാവുകയാണ് കുട്ടിക്ക്. മതി അമ്മയുടെ സുത്ത് ഇതിൽ വെക്കാം. സുത്തയിൽ വെക്കും. ഇതിൽ വേണ്ട. അതിൻ്റെ ഇടയിൽ നിന്ന് കൈ എടുക്കും. നാളെ അംഗനവാടിക്ക് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കൂടെ തന്നെ എല്ലാത്തിനും അസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ട്. അമ്മ അരിഞ്ഞോളാം. സുത്ത് എനിക്ക് നാരൊക്കെ കളഞ്ഞതായോ. അപ്പം എന്തായാലും നൈസ് എടുത്ത് ഇതിൽ വെച്ചിട്ട് അരിയുന്നതുകൊണ്ട് തന്നെ പറ്റുന്നത്. കാരണം നമ്മുടെ ഒരു കൊത്തമര എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഹാർഡാണല്ലോ. കൈ വെച്ചിട്ട് എല്ലാം അരിയുന്നതും ഭേദം കട്ടിങ് ബോർഡിലാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പം കിട്ടും. ഇത് പിന്നെ കുഴപ്പമില്ല. ഇത് നല്ല സോഫ്റ്റ് ആക്കാം. നീ നാരി കളഞ്ഞില്ല? നേരെ കളാം. അതിൽ ഇതും ഉണ്ട്. നേരെ കളയും. ഇതാ അതിലൊക്കെ ഉണ്ട്. അറിയില്ല നാരി കളയാൻ. അയ്യ പിച്ചി കുട്ടി നാരി കളയാൻ അറിയില്ല. നിങ്ങൾ അംഗനവാടിക്ക് പോയിരുന്നേ പറഞ്ഞിട്ട്? അയ്യോ അമ്മയെ കാണാൻ വേണ്ടി നാളെ അംഗനവാടിക്ക് പോവാതിരുന്നത്. അമ്മയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലുണ്ടാവുന്നു കുട്ടിക്ക് ഈയിടെയായിട്ട്. ഇല്ലാവണി അവിടെ നിന്ന് എന്നെ കാണില്ല. ഇങ്ങോട്ട് വായോ. ഇവിടെ വന്നാലേ കാണുള്ളൂ.
അത് വിത്താണോ? ആ സ്വത്തിനെ കാണണമെങ്കിൽ സ്വത്ത് ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. അമ്മ സ്വത്ത് ഇവിടെ ഇരിക്കും. അമ്മ സ്വത്ത് ഇവിടെ ഇരിക്കും. എന്തൊക്കെ ആദ്യം കേൾക്കും അമ്മിക്കാരെ എല്ലാം പാടെ തട്ടി നമ്മുടെ ആന്തൂരത്തിന്റെ ഉള്ളിലേക്ക് ഇടുന്ന തോന്നുന്നത്. അത് അരിഞ്ഞതോ ഇനി അരിയട്ടെ. അപ്പൊ എന്നാലും ഞങ്ങളത് അരിഞ്ഞത് തോരൻ വെക്കിട്ടുണ്ട്. ഇവിടെ കൂടുതലുള്ളതുകൊണ്ട് ഈ സമയത്തൊന്നും വെക്കുന്നത് നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവളൊന്ന് നൈസായിട്ട് നോക്കിയാൽ ഇത് പെട്ടെന്ന് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പല കാര്യങ്ങളാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇനി അത് ഒരുമിച്ച് വെക്കണം, ഒന്നൊന്നല്ല. ബാക്കി എടുത്ത് പിന്നെ ഇപ്പോഴും കിളികളുടെ സൗണ്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആയാലും പിന്നെ നമ്മുടെ ഹാങ് പ്ലാന്റ്സ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇടാനായിട്ടുണ്ട്. നമ്മൾ മഴയ്ക്ക് മുന്നായിട്ട് ഒരു വട്ടം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വീണ്ടും മാറുന്നിറങ്ങിയല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹെയർ ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ഒന്ന് ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പിലങ്ങ് അടിപൊളിയായിട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പം എന്തായാലും ഞാൻ കാണിച്ചത്. അതുപോലെ തന്നെ വെള്ളം ഇപ്പം ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചൊരു 1 മന്തിൻ്റെ മേളിലായി. കാരണം മഴ ഇങ്ങനെ കണ്ടിന്യൂസ് മഴയല്ല. അപ്പോൾ എന്തായാലും നല്ല ഹെവി ആയിട്ടൊക്കെ മഴ കഴിയുമ്പോൾ ഇത്രയായാലും ചീറ്റാൻ അടിച്ചിട്ട് പോകുമ്പോൾ പിന്നെ നല്ല തണുപ്പുമല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ എന്തായാലും നല്ല ഹെൽത്തിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കാണാം കേട്ടോ. ഓരോന്നൊക്കെയാണ് കേട്ടോ എനിക്ക് എടുത്തിരുന്നത്. ബാക്കി എടുക്ക് ഒന്ന് പോരാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ നോക്കുന്ന അരിയതിന് ശേഷം കാണാം. ഒന്നല്ല പൊന്നാ, ബാക്കി കുറച്ചൊന്നും എടുക്കും. അമ്മ എടുക്കാം. എന്താ പരിപാടി അവൻകുട്ടി? ഇതെന്താ അമരപ്പയർ എന്താ ചെയ്യാൻ പോണേ? അരിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? കറിയാണോ? തോരൻ വെക്കാൻ പോവാ അല്ലേ അപ്പാപ്പു തോരൻ വെക്കാൻ പോവാ. രുചിയാണ്. ഞങ്ങളിതിൽ മുടി വെട്ടിന്ന് പറഞ്ഞേ. മുടി വെട്ടി കാണിച്ചു കൊടുത്തേ. എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ചോദിച്ചേ. എനിക്കിത് അമ്മ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് നമ്മൾ ഇന്നലെ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. തണുപ്പും കൂടി ആയതുകൊണ്ട് നമ്മൾ വെട്ടി കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾ മഷ്റൂം കട്ടാണേ വെട്ടിയിട്ടുള്ളത്. നോക്കട്ടെ, മുഖം നോക്കട്ടെ സുന്ദരിയായിരുന്നു. അത് എല്ലാവർക്കും മുടി വെട്ടിയത് ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യണേ. പറഞ്ഞിട്ടുണ്ടേ. സന്തോഷമായോ? ഒരുപാട് സന്തോഷമായോ? ശരി, അത് കടിക്കണ്ട. അമ്മ അരിയട്ടെ. അരിഞ്ഞിട്ട് നമുക്ക് അപ്പപ്പം ഉണ്ടാക്കാൻ പോവാം. ടാറ്റ കൊടുക്ക്, ബായ് പറ. മതി. ഇനി ഫൈനലി നമുക്ക് വേണ്ടതെല്ലാം നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല നൈസായിട്ട് അരിഞ്ഞുകൊണ്ടത്. നമുക്ക് ഇതിന് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ ആവി കിടന്നിട്ട് തന്നെ അങ്ങ് വെന്തോളും. അപ്പോൾ ഇതിലേക്ക് വേണ്ട സവോളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിഞ്ഞ സവോള പോരാന്ന് പറഞ്ഞത് ഒരാൾ മുള്ളങ്കി തീറ്റിയിടയിൽ ഇടാൻ വേണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടോ. മുള്ളങ്കി അതേപോലെ തന്നെ ഒരു സവോളയും കൂടി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഇടാൻ കേട്ടോ ഓർഡർ ഇവിടെ. അപ്പോൾ അത് അടുത്തത് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ എന്തായാലും നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളിത് നല്ലൊരു തോരനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് ചെറുതി തോരെല്ലാം വെച്ച് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതെന്തായാലും കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. കാരണം ആയിരുന്നല്ലോ നമുക്ക് മീൻ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മീൻ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലീനാട്ടോ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീനെല്ലാം വാങ്ങിച്ച് കൈയോടെ തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് വറക്കാനുള്ള മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിത് ഉച്ചയ്ക്ക് മീനുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ട് ഉണ്ടായാലും മീൻ വറക്കണം. അതിനായിട്ട് നമുക്ക് എന്തായാലും കുറച്ചുണ്ട് പാത്രങ്ങൾ അങ്ങനെ കഴുകിയിട്ട് നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് കിടക്കാം. അതേപോലെ തന്നെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. നല്ല തണുപ്പാണ്. നമുക്ക് ഏതൊരു ടൈമിൽ നല്ല തണുപ്പിലാണ്. നമുക്ക് ഒരു ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫീൽ ചെയ്യും. അതേ സെയിം ഫീലാണ് നമുക്ക് പുറകിൽ വരുന്ന വെള്ളത്തിന്. മാത്രമല്ല കരടെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം തെളിഞ്ഞു തുടങ്ങിയല്ലോ ക്ലൈമറ്റൊക്കെ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന ഒരു മഴയായതുകൊണ്ട് നമുക്ക് പുറകിലായാലും നല്ല രീതിക്ക് വെള്ളമായിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞാൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ തേച്ച് വെച്ചുള്ളത് മസാലയൊക്കെ മീനിലേക്ക് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. കല്ലൊക്കെ ചൂടാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കല്ല് ചൂടായി പിന്നെ ഒട്ടും താമസിക്കാതിരുന്നതാ ഇതുപോലെ അങ്ങനെ എണ്ണ വെച്ചിട്ട് നല്ല നാളെ വെളുക്കുന്ന കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഓരോന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണൊന്നും ഒഴിക്കണമെന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു കല്ലെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ വറുത്ത് നല്ലൊരു സ്മൂത്ത് ആട്ടോ. അപ്പോൾ ഇങ്ങനെ അടിയിലേക്ക് ഒട്ടിപ്പിടിച്ച് കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ഒരു സൈഡ് നന്നായിട്ട് ആവട്ടെ. അതിനുശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വിറകടുപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഒന്ന് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിൻ്റെ ഇരട്ടി സ്പീഡിലായിട്ട് നല്ല. പിന്നെ നമുക്ക് കുറച്ച് കാപ്പിക്കുരു വരച്ചെടുക്കാമല്ലോ. കാരണം നന്നായിട്ട് പഴുത്തിങ്ങനെ അത്രത്തോളം കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ വയ്ക്കുമ്പോഴത്തേനും എല്ലാം എടുക്കാം. അപ്പോൾ ഈ പഴുത്ത മാത്രമേ എടുത്ത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പറിച്ചെടുക്കുന്നത്. കാരണം എല്ലാം നന്നായിട്ട് മൂത്ത് കിടക്കുവാണല്ലോ.
കേട്ടോ, ഭയങ്കര സൗണ്ടാണ് ചെയ്യുന്നത്. മിക്കവാറും ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം എനിക്ക് വോയിസ് ഓവർ ചേഞ്ച് ചെയ്ത് വരുന്നതാണ് തോന്നുന്നു. നോക്കട്ടെ, എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റ് സൗണ്ട് നമുക്ക് അറിയാം, കാരണം അത്രത്തോളം നല്ല സൗണ്ടാണല്ലോ. അപ്പോൾ ഇതിലായാലും മേളിലേക്ക് ഒരുപാട് ബ്രാഞ്ചസൊക്കെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ കവാത്ത് ചെയ്തതിന് ശേഷം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹൈറ്റ് പോയാലും നമുക്ക് സിമ്പിളായിട്ട് തന്നെ പറിച്ചെടുക്കാം കേട്ടോ. അതായത് ഒന്ന് കൈവച്ചിട്ടൊന്ന് താത്തി എടുക്കുമ്പോഴത്തേനും നല്ല ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഒടിഞ്ഞോ പൊട്ടിയൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറിക്കുന്നതിൻ്റെ കൈയോടെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കവാത്ത് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കവാത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തളിരൊക്കെ വന്ന് നന്നായിട്ട് കായൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് പറിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കവാത്തും ചെയ്തിട്ടുണ്ട്. ചില മരത്തിൻ്റെ ചുവട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ പഴുത്തിരിക്കും കേട്ടോ. ചിലതിൻ്റെ ചുവട്ടിൽ പോയി കഴിഞ്ഞാൽ പഴുത്തിട്ട് ഇനിയിപ്പോൾ ആ ഒരു തോല് മാത്രമായിട്ട് നിൽക്കുന്നതും ഉണ്ട് കേട്ടോ. കാരണം വെരുകും ഓരോ കിളികളൊക്കെ വന്ന് കഴിച്ചിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് ബാക്കി ആ ഒരു പരിപ്പൊക്കെ താഴെ വീണ് കിടന്നിട്ടൊക്കെ ആയിട്ട് കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഇനി എത്രത്തോളം പറിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. അപ്പം തന്നെ നമുക്ക് പരമാവധി ഒന്ന് പറിച്ചെടുക്കട്ടെ. അതുപോലെ തന്നെ ഇത് വേറൊരു ഇനാട്ടോ, അതുകൊണ്ടാണ് അത് കുറച്ച് ഹൈറ്റിൽ പോയിരിക്കുന്നത്. പിന്നെ വളരെ ചെറിയ ഹൈറ്റിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കായ ഉണ്ടാകുന്ന വേറെ ഇനം കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും അതിലേക്ക് പറിക്കാൻ പോകുമ്പോൾ നമുക്കിങ്ങനെ ഫുള്ളിങ്ങനെ നമുക്ക് കൈ എത്തുന്ന ദൂരത്ത് തന്നെയാണ്, ഒരുപാട് ഹൈറ്റിലൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ പറിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള കാപ്പിയുടെ തൈകളാട്ടോ. അപ്പം ഇതിൻ്റെ ചോട്ടിൽ കൂടി തന്നെ ഒരു പരിപ്പൊക്കെ വീണ്ടും ഒരുപാട് തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുതുതായിട്ടൊക്കെ. അങ്ങനെ എന്തായാലും കുറച്ച് പറിക്കുമ്പോഴത്തേന് പെട്ടെന്ന് ഊരിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അതായത് നല്ല പഴുത്തൊക്കെ നമുക്ക് കൈ വയ്ക്കുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് പോരുന്നുണ്ട്. കുറച്ച് കരിം വച്ചൊന്നും ഞാനിപ്പോൾ പറിക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്തതാണ് പറിക്കുക. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഫുള്ള് നമുക്ക് പറിക്കാം, കാരണം എല്ലാം മൂത്തി നിൽക്കുന്നത്, മൂത്തി കളറൊക്കെ പല കളറായിട്ട് മാറി തുടങ്ങി. അതായത് ഇതിലൊന്നും നമുക്ക് ഒരെണ്ണം പോലും ഒരു പച്ചയായിട്ട് തോന്നുന്നൊന്നും നമുക്ക് അവശേഷിക്കാൻ കിടക്കാം. കാരണം അതൊക്കെ നമുക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേനും നല്ല ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യുന്ന രീതിയില്ല കേട്ടോ ഓരോ കളറും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ നമ്മുടെ ഏലത്തിൻ്റെ ഇടയിൽ കൂടി കേട്ടോ നമ്മുടെ കാപ്പി നിൽക്കുന്നത്. നല്ല വെയിലൊക്കെ ആയിട്ടില്ല കേട്ടോ, നല്ല വെയിലും അതുപോലെ തന്നെ കിളികളുടെ സൗണ്ട് നല്ല കലപില ബഹളാട്ടോ. അപ്പോൾ ഒറ്റയ്ക്കാതെ ഓടിയതൊന്നും തോന്നുന്നില്ല, അത്രത്തോളം ബഹളമാണ് പറമ്പിൽ. അപ്പോൾ എന്തായാലും കുറച്ചധികം പറിക്കാനുള്ളതുണ്ടെങ്കിൽ എന്തായാലും എല്ലാം ഇനി പറിക്കട്ടെ. നല്ല കറുത്ത കാറ്റും കൂടി വീശുന്നുണ്ട് കേട്ടോ. നല്ല വെയിലാണെങ്കിൽ കൂടി എനിക്ക് കാറ്റുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് മടുപ്പ് ഒന്നുമില്ല കേട്ടോ. നല്ലൊരു കൂളിങ് തന്നെയാണ് മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. നമുക്ക് കൈ വയ്ക്കുമ്പോഴത്തേക്കും അത്രത്തോളം പെട്ടെന്നാട്ടോ ഒരു പച്ചയായാലും വരുന്നത്, കാരണം നന്നായിട്ട് മൂത്ത് കിടക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും ഓക്കെ, എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിരിക്കും. നമുക്ക് നല്ല വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.